जब तक अभ्यास नहीं किया जाता तब तक शिक्षा का कोई लाभ नहीं मिलेगा। जब अभ्यास किया जाएगा तभी शिक्षा का लाभ मिलेगा। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूँ आज की श्रीजा। आज मैं आपके लिए एक ऐसे सवाल लेके आई हूँ जो सबके मन में रहेगा। നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ആ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പ്രാക്ടീസ് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ പഠിച്ചത് എന്താണെങ്കിലും അത് പെർഫെക്റ്റ് ആവത്തുള്ളൂ അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചോദ്യമാണ്. എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, ഞാൻ കുറേ പഠിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ ഫ്ലുവൻസിനെ ഉണ്ടാക്കുന്നില്ല, എൻ്റെ ഫ്ലുവൻസി കറക്റ്റ് ആക്കുന്നില്ല. क्या आपको भी ऐसा लगता है? നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? क्या आपको भी ऐसा लगता है कि आपने बहुत कुछ पढ़ा है लेकिन आपको कुछ भी अपने सहज रूप में हिंदी नहीं तो कोई भी भाषा आप बोल नहीं पा रहे हैं? वो क्यों नहीं हो रहा होगा? അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒത്തിരി പല കാര്യങ്ങളും, ഞാൻ പറയുന്ന പല തിയറീസ് നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ അതിൻ്റെ കാരണം തേടിയാണ്, അതിൻ്റെ കാരണം എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറൊന്നുമല്ല, എന്നാൽ ഞാൻ ആദ്യം തന്നെ കോട്ടിങ്ങിൽ പറഞ്ഞു അല്ലേ, എന്ത് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. हमने कुछ भी पढ़ा है लेकिन पढ़ने के बाद उसका अभ्यास नहीं किया है तो उसमें कोई लाभ नहीं मिलने वाला അല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നിലും പെർഫെക്ഷൻ കൊണ്ടുവരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ ഡോക്ടറാകാനൊക്കെ പഠിച്ചു, പക്ഷേ ആൾ ഒരു തവണ പോലും ഒരാളെ കുത്തിവെച്ചിട്ടോ ഒരാളെ പോലും പരിശോധിച്ചിട്ടോ ഒന്നുമില്ല. ആ ആളെ പെർഫെക്റ്റ് ഡോക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ അത്രയും തന്നെയുള്ളൂ. നിങ്ങൾ ഒരിക്കൽ പോലും വേർഡ്സ് പഠിച്ചു, പല വേർഡ്സ് നിങ്ങൾ പഠിച്ചു, आपने कई शब्दों का ज्ञान किया होगा, जैसे कि मैंने आपको पढ़ाया है, बताया है, बहुत सारे टेक्निक्स और ट्रिक्स मैंने आपको बताया है, लेकिन इन सारी बातों को पढ़ने के बाद भी आप लोग सहज रूप में हिंदी नहीं बोल पा रहे അല്ലേ. ശരിക്കും ആ ഒരു ഫ്ലുവൻസിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനേ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? സിമ്പിളാണ്, आप लोगों ने അഭ്യാസ് नहीं किया है. ഒരിക്കലും നിങ്ങൾ ആ ഫോളോ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ, പക്ഷേ വേർഡ്സ് പഠിച്ചു എന്ന് പറഞ്ഞു, വേർഡ്സ് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ, അവിടെ കൊണ്ട് നിർത്തി. അതൊരിക്കൽ പോലും ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാനോ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാനോ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നഹി. तो उसका कारण क्या है? അതിൻ്റെ കാരണം എന്താണ്? उसका कारण यही है कि आप लोगों ने माइंडलेस प्रैक्टिस किया है. क्या है മൈൻഡ്ലെസ് പ്രാക്ടീസ്? മൈൻഡ്ലെസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്നും പഠിച്ചു പക്ഷേ അതിൽ ഫോക്കസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്ന പ്രാക്ടീസാണ്, അഭ്യാസമാണ്. अगर आपने सही रूप से अभ्यास किया हो तो आप सहज रूप से बोल भी पाएंगे. तो आज से आपको इतना ही करना है दोस्तों. आज मैंने आप लोगों के लिए ये बात लेके आई हूँ कि जो भी പഠിത്തേ ഹോ, ഏതൊക്കെ പാഠങ്ങളാണോ നിങ്ങൾ പഠിക്കുന്നത്, जैसे कि हमने किया था, आप लोग देख सकते हैं मेरे दूसरे वाले वीडियोस में, मैं आपको लिंक में डिस्क्रिप्शन में देती हूँ. वन वर्ड वोकैबुलरी कैसे आप इंक्रीज़ कर सकते हो, शब्दों को कैसे पढ़ सकते हो, इन सारी बातों के बारे में मैंने बहुत सारे वीडियोस किए हैं. उन सारे വീഡിയോസ് को आप ज़रूर देखना. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണുക. എന്നിട്ട് ചെയ്യേണ്ടത്, रोज़ आप लोग जो भी शब्द आप लोगों ने ग्रहण किया है उन शब्दों को आप लोगों को अभ्यास करना है. अभ्यास कैसे किया जाए, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇനി അടുത്ത ചോദ്യം അതാണ്, कैसे प्रैक्टिस किया जाए. मैंने उसके लिए भी आप लोगों को बहुत सारे वीडियोस किए हैं, जैसे कि आप लोग डेली बोलने का प्रैक्टिस, यानी कॉन्वर्सेशंस ആണെങ്കിലും മിറർ ടോക്ക് ആണെങ്കിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക്സും കൊടുത്തേക്കാം, അതൊക്കെ കയറി കാണുക. എന്നിട്ട് റോസ് ആപ്പ് ലോഗോക്കു 10 से 15 മിനിറ്റ്, 10 മുതൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ പഠിച്ച വേർഡ്സ് വെച്ചിട്ട് ഒരു ടോക്കോ അല്ലെങ്കിൽ ഒരു സംസാരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. उन शब्दों का आप लोगों को उपयोग में लाना है, वाक्यों में प्रयोग करना है.
जब तक आप लोग इन शब्दों का प्रयोग नहीं करोगे, अभ्यास नहीं करोगे, तब तक आप लोग कुछ भी चीज़ों का परफेक्ट रूप में, सहज रूप में पढ़ नहीं सकते. आपकी सहजता नहीं आएगी. നിങ്ങൾക്ക് അതിലൊരു പെർഫെക്ഷൻ വരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. प्रैक्टिस प्रैक्टिस प्रैक्टिस. अभ्यास 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 ही एक व्यक्ति को उसकी सबसे अच्छे तौर पर, एक उच्च तौर पर उसे पहुंचा सकता है. അവനെ ഒരു ടോപ്പ് ലെവലിൽ എത്തിക്കണമെങ്കിൽ അവന് പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ജോബിനും, हर एक जॉब के लिए, काम के लिए हम सबसे पहले उनसे क्या पूछते हैं? നമ്മളൊരു ജോബിനാണെങ്കിലും എന്തിനും ആവട്ടെ, നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നല്ല ചോദിക്കുക. अगर आपको उस बात में कुछ बार, किसी न बार आपने उस पर अभ्यास नहीं किया है, तो दोस्तों आप लोग कभी भी उसमें सहज रूप से ആ नहीं सकते. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? अगर आपने शब्दों का ग्रहण सही रूप में किया है, तो उन शब्दों का आप लोगों को बस क्या करना है? अभ्यास करना है. और कैसे करना है? इन सारी बातों के बारे में मैंने बताया था. जैसे कि मिरर टॉक, शीशे से बात कर सकते हो, अपने आप से बात कर सकते हो. नहीं तो मैंने पिछले बहुत दिनों से पहले ഒരുപാട് മുമ്പിട്ടൊരു വീഡിയോ ആണ്, എന്താണ്, കുടുംബം ഒരു കലവറയാക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ടോപ്പിക് ഇട്ടിരുന്നു. അതായത് വീട്ടിലുള്ളവരോട് തന്നെ നമുക്ക് ഹിന്ദിയിൽ ചെറിയ ചെറിയ വേർഡ്സ് നിങ്ങൾ പഠിച്ചു. കഥക്, ജനൽ എന്നുള്ളതിൻ്റെയൊക്കെ ഹിന്ദി പഠിച്ചു. അതൊക്കെ ചെറിയ തോതിൽ വീട്ടുകാരോട് തന്നെ കഥകടയ്ക്ക്, ജനലടയ്ക്ക്, ജനലൊന്ന് തുറന്നിടാവോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, छोटे छोटे वाक्यों से अपने घर वालों से ही बात कर सकते हो. इस तौर पर आप क्या कर रहे हो? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രാക്ടീസാണ് ചെയ്യുന്നത്. अभ्यास कर रहे हो आप लोग. अगर इस तौर पर आप लोग अभ्यास करोगे तो आप सहज रूप से हिंदी बोल भी पाओगे. അതുകൊണ്ട് കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാറുള്ളൂ, നിങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പെർഫെക്റ്റായി തീരും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാനും പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വീഡിയോസൊക്കെ കണ്ടു പോയാൽ മാത്രം പോരാ, വേർഡ്സ് വെറുതെ പഠിച്ചു പോയാൽ പോരാ. ആ വേർഡ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത തവണ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലോ നല്ല രീതിയിൽ ആ വേർഡ്സ് ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ പെർഫെക്റ്റായിട്ട് മാറാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. तो आज का सेक्शन इतना ही है. आशा करती हूँ कि आप सभी को ये सेक्शन बहुत अच्छा लगा होगा. और आज से आप लोग माइंडलेस प्रैक्टिस नहीं करेंगे. आज से कैसे करोगे प्रैक्टिस? माइंडफुल प्रैक्टिस करोगे. ഇന്ന് മുതൽ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ പ്രാക്ടീസ്, പഠിച്ച വേർഡ്സ് യൂട്ടിലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. നന്ദി, ബൈ.